അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. അപ്പം മണികൊണ്ടന്റെ മണിയടി നിന്നിട്ടുണ്ട്, ടിങ് 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 ടിങ്. അതേ കണക്ക് തന്നെ പലരെയും മണിയടികൾ നിന്നിട്ടുണ്ട്, പലരെയും മണി ഇനി അടി നിൽക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ കാര്യം എന്തെന്ന് മനസ്സിലായോ? പ്രധാനമന്ത്രിക്കെതിരെ പറഞ്ഞതിന് പല ആൾക്കാർക്കെതിരെ ഇപ്പം ലീഗലി കേസ് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഈ ഒരു ഫോണും കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ക്യാമറയും കിട്ടിക്കഴിഞ്ഞാൽ, വായി തോന്നുന്ന കാര്യം ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇവിടെ കേരളമല്ലേ, ഇവിടെ അവരത്തെ പാർട്ടിക്കാർ ഇവിടെ ഉണ്ടോ? ഇത്തിരിയല്ലേ ഉള്ളൂ. എടാ, ഇത്തിരി ആയാലും മതി. ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും കുരു കിട്ടും, ആരായാലും കേസ് കൊടുക്കും. അതിനിപ്പോ കോൺഗ്രസ് ആയാലും ശരി, BJP ആയാലും ശരി, ആം ആദ്മി പാർട്ടി ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി. നീയൊക്കെ ഒരു ക്യാമറയും ഒരു ഫോണും കിട്ടിക്കഴിയുമ്പോഴത്തേന് എന്ത് തോന്നിയ ദിവസം വിളിച്ച് പറയാന്ന് പറഞ്ഞിരുന്നാൽ ഇതേ കണക്കിരിക്കും. നീറ്റ് ക്രമക്കേടിൽ രാജ്യതലസ്ഥാനത്ത് നടന്ന പ്രതിഷേധത്തിലടക്കം സജീവ മുഖമായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി. ശേഷം കേരളത്തിൽ തിരിച്ചു വന്നതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയെന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളും നിലവിൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്, പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അമ്മയെയും പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അമ്മേനെയൊക്കെ ഇവരെന്തിനാടായിരുന്നു പറയുന്നേ? നല്ല കാര്യം ഉണ്ടായിരുന്നു, ഇല്ലാത്ത വള്ളി ഏണി വെച്ച് പിടിച്ച അവസ്ഥയില്ലേ? മണിയടി നിന്നില്ലേ മണികുണ്ട? കുറിച്ച് അശ്ലീല പരാമർശങ്ങളും അതുപോലെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളും നടത്തി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസ് എടുക്കണം, അതുപോലെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കാനുള്ള അവകാശം ജാൻമണിക്കില്ല എന്നുള്ള കാര്യമാണ് BJP ഈ ഒരു പരാതിയിൽ പറയുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ഉന്നത പോലീസ് മേധാവിക്കും പരാതി നൽകാൻ BJP സംസ്ഥാന നേതൃത്വം തയ്യാറെടുക്കുന്നുണ്ട്. അതിനു മുന്നോടിയായാണ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകാനായി, ജാൻമണിക്കെതിരെ പരാതി നൽകാനായി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോ ദൃശ്യങ്ങൾ, അതിന്റെ ലിങ്ക് അടക്കം കോപ്പി. ഇപ്പൊ ഭരിക്കുന്നത് കോൺഗ്രസ് ആന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കേസ് എടുക്കുന്ന പറഞ്ഞാൽ ഉറപ്പായിട്ടും കേസ് എടുത്തിരിക്കും. അവർക്കത് കേസ് എടുത്തേ പറ്റൂ. എടാ, നിങ്ങൾക്ക് സമരം ചെയ്യണമെങ്കിൽ അവിടെ പോയി സമരം ചെയ്യാം, മാന്യമായിട്ട് മര്യാദയ്ക്ക് അവിടെ പോയി സമരം ചെയ്യാം. അല്ലാതെ ഒരു ഫോൺ കയ്യിൽ കിട്ടുമ്പോഴത്തേനെ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാൽ ബാക്കിയുള്ളവർ കേട്ടോണ്ടിരിക്കുമെന്നാ? നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതിന്റെ ഒരു സുഖം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു? മണികുണ്ട കിട്ടിയില്ലേ? ഇനി ഇതണക്ക് കുറെ ആൾക്കാരുണ്ട്. ആദ്യം ഭയങ്കര വീരവാദമായിട്ട് വരും, പിന്നെ കരച്ചില്ല. ചെയ്തുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ജാൻമണി അത്തരത്തിൽ അപകീർത്തികരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം, അത് പ്രധാനമന്ത്രിക്കെതിരെ അശ്ലീലവും അപമാനകരവുമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് BJP പറയുന്നത്. തെളിവുകൾ കയ്യിലുണ്ട്. അത് പല സോഷ്യൽ മീഡിയ പേജുകൾക്കും നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് BJP ആരോപിക്കുന്നത്. അതുമായി ഇവരൊക്കെ പിന്നെ വാർന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അവരൊക്കെ ഒരു നല്ല വാക്കൊന്നും പറയാനൊന്നും അവർക്കൊന്നും ആർക്കും കാണത്തൊന്നുമില്ല. പിന്നെ അതാണ് തന്നെ ഈ സാധനം നമ്മൾ ഇട്ട് സോഷ്യൽ മീഡിയ ഇട്ട് ഡിലീറ്റ് ചെയ്താലും ശരി, ഇത് നോക്കിക്കാൻ വാച്ച് ചെയ്യാൻ വേറെ കുറെ ആൾക്കാരുണ്ട്. ഇവർ ഈ സാധനം എന്തായാലും കുത്തിപ്പോക്കും. ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇനി എത്ര ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും, നമ്മൾ ഇനി എത്ര പറഞ്ഞില്ലെന്ന് പറഞ്ഞാലും ശരി, അത് എവിടുന്നേലും ആരെയും കുത്തിപ്പൊക്കിക്കൊണ്ടുവരും. അതാണ് ഇപ്പൊ ഈ മണികൊണ്ടന്നെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കരച്ചിലൊക്കെ ഉണ്ട്. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെ അല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ ഇവരെന്തുവാടേ ഇപ്പൊ ഇതെന്ന് പറയുന്നത്? നേരെ സംസാരിക്കാൻ പോലും അറിയത്തില്ലല്ലേ? അതിനകത്ത് കൊടുത്തേക്കുന്നുണ്ടോ? നീ എന്റെ പരിഞ്ഞാൽ കൊള്ളാ എന്ത് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ ആ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോ എന്റെ മലയാളം രീതി പറയുന്നത് ശരിയാവട്ടില്ല. മലയാളം രീതി പറഞ്ഞല്ലോ, അതിനകത്ത് നല്ല രീതിയിൽ മലയാളം നല്ല രീതിയിൽ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നുണ്ട്. നല്ല രീതിക്ക് തള്ളയ്ക്ക് വിളിച്ച ഒരു അവസ്ഥ തന്നെയാണ്. നല്ല രീതിയിൽ മലയാളം. ഇപ്പൊ എന്താണ് നീ എന്റെ പരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത്? നീ ഇങ്ങനെ കൂള് വെച്ചേക്കുന്നോ? ഇല്ല, അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ്
വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഐ റിയലി ഡോണ്ട് വാണ്ട് ടു ഹാർട്ട് എനി വൺ. ആൻഡ് എനിക്ക് എന്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഐ എം സോ സോറി. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ട്. കാരണം എനിക്ക് ചെറിയ ഇനി പബ്ലിക്കലി അപ്ലൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. കേസാക്കി കഴിഞ്ഞാൽ കേസാക്കിയതാ, പോയി തിന്നിട്ട് വാ. ഡൽഹിയിലെങ്കിൽ ഡൽഹിയിൽ ജെല്ലി അവിടെ ഉണ്ടാക്കാൻ പോയല്ലായിരുന്നു. അവിടെ കുറെ എണ്ണം ഉണ്ടായിരുന്നല്ലേ തിന്നാനും ഒക്കെ. വിചാരിച്ച് നിങ്ങളെ ക്ഷമിക്കണം. കാരണം ഐ എം റിയലി സോറി. സോ എന്റെ ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. എല്ലാവർക്കും ഹേർട്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഹേർട്ട് ചെയ്യത്തില്ല, മനസ്സിലായി? എല്ലാവർക്കും ഒന്നും ഹേർട്ട് ആവത്തൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം BJP-ക്കാർ ഏറ്റെടുത്ത് അവർ കേസ് കൊടുത്ത് കേരള സർക്കാരിന് കേസ് എടുക്കാതിരിക്കാനുള്ള വകുപ്പൊന്നുമില്ല അതിനകത്ത്. എടുക്കാതിരിക്കാൻ പറ്റത്തുമില്ല. പറഞ്ഞേക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അല്ലാതെ നിങ്ങളെ കൂട്ടത്തിലെ പ്രധാന ആൾക്കാരെയല്ല പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇനിയുണ്ട്, തീർന്നില്ല. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആ ഒരു ആവേശത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലണമോന്ന് വരെ പറഞ്ഞ ആൾക്കാർ ഇതിനകത്തുണ്ട്. എങ്ങനെ ഇരിക്കണം? ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങള് പോലീസുകാരെ അങ്ങനെ അടിച്ചിട്ട് കുത്തി ഇതാക്കണോണ്ടങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്കേ. മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ്. ജമാലു എന്തൊക്കെയാ ജമാലുവിനെ 2-3 ദിവസം മുമ്പ് പൊക്കി. ജമാലുവിനെ തോന്നുന്നു ആദ്യമേ പൊക്കിയത്. അവന് പാർലമെന്റ് കത്തിക്കണം, തോക്കെടുക്കണം, വെടിവെക്കണം. ഇതൊന്നും ഇവിടുത്തെ അജണ്ടയൊന്നും അല്ലല്ലോ ജമാലു. കളിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ജമാലു. ഇനി ജമാലുവിന്റെ കരച്ചിലും കൂടെ നമുക്കൊന്ന് കാണാം. ജമാലുവിനെ തൂക്കി. ഇനിയിപ്പൊ നീ ഒരു മാങ്ങാത്തുലി പറഞ്ഞിരുന്ന ഒരു കാര്യമില്ലടാ. നീക്ക് എത്ര മാപ്പപേക്ഷ അയച്ചാലും ശരി, നീ വീഡിയോ ഡിലീറ്റ് ചെയ്താലും നിന്റെ വീഡിയോ നോക്കിയിരിക്കുക. ഇവിടെ 10 പേരുണ്ട്. ആ 10 പേരെങ്കിലും നിന്റെ വീഡിയോ കാണും. ആ വീഡിയോ ഞാൻ ഇട്ടത് ഇന്ത്യയിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ത്യ തെറ്റാണ്, എന്റെ തെറ്റാണ്. ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അപ്പൊ പോയാൽ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? ഒരു തെറ്റല്ലേ? നിന്റെ അടുത്ത് എങ്ങനെ ക്ഷമിക്കൂടാ? പാർലമെന്റ് ഒക്കെ കത്തിക്കുമെന്ന് പറഞ്ഞാൽ നീ ആരടാ ജമാലു? നിന്നെയിപ്പൊ അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. കുറെ എണ്ണം അവിടെ പോയി അടിച്ച് തകർത്ത്. അത് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാം. അവരെയൊക്കെ അവസ്ഥയൊക്കെ തീർന്നു. അവരെയൊക്കെ പോടാ. അവരൊക്കെ ഫ്യൂച്ചർ പോയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അവരൊക്കെ ഫ്യൂച്ചർ പോയി. നീയൊക്കെ അവിടെ ചെന്നിരുന്നിട്ട് കാണിച്ച കയ്യിലിരിപ്പിനും കഴപ്പിനും ഒക്കെ നിനക്കൊക്കെ ഇനി ഏതെങ്കിലും എക്സാമോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റൂ? പിന്നെ അത് മാത്രമല്ല, കേരളത്തിൽ വേറെ ഒരു വലിയ ചേച്ചി സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ സിനിമയുടെ റിവ്യൂ പറഞ്ഞാൽ പോരെ? നരേന്ദ്രമോദിയൊക്കെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല നടക്കുന്ന കാര്യമാണോ ചേച്ചി? ഒരു നോക്ക് കിട്ടിയായിരുന്നെങ്കിൽ മോദീനെ അങ്ങ് മറിച്ച് കളയാന്ന്. ഇവളൊക്കെ ഏതാടാ ഇവളൊക്കെ? അപ്പൊ ചേച്ചിയുടെ ഒരു മാപ്പ് പറച്ചിലുകളുണ്ട്. ഞാന് സിനിമയ്ക്ക് പോയപ്പോൾ റിവ്യൂ കൊടുത്തതാണ്. അത് പക്ഷെ ആ ആവേശത്തിന് പുറത്ത് എന്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ അറിയാതെ അത് പറഞ്ഞു പോയി. ആ ചാനലുകാർ റിവ്യൂ എടുക്കുന്നവർ നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അബദ്ധം എന്ന് പറയുമ്പോൾ ഒരു പൊട്ടത്തരം പറ്റിപ്പോയതാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കും. സിനിമയുടെ റിവ്യൂ പറയാൻ പോയി കഴിഞ്ഞാൽ സിനിമയുടെ റിവ്യൂ പറയണം. അല്ലാതെ സിനിമയുടെ റിവ്യൂയുടെ അടുത്ത് ഈ നീറ്റിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. അവൻ ചോദിച്ചിട്ടുണ്ടായിരിക്കാം, നീറ്റിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ നീറ്റിനെ കുറിച്ച് പറയണം, അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയണം, പ്രൊട്ടസ്റ്റിനെ കുറിച്ച് പറയണം. അല്ലാതെ ഒറ്റ വായിലെടുത്ത് നോക്കി കിട്ടിയിരുന്നെങ്കിൽ നരേന്ദ്രമോദിയെ ഷൂട്ട് ചെയ്തതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. നീയൊക്കെ കരയും. അപ്പൊ ഇമാതിരി മാപ്പും കോപ്പുമായിട്ടൊക്കെ നമ്മളെ കേരള മലയാളികൾ അവിടെ പോയി ആവേശം കാണിച്ചവരൊക്കെ ഇപ്പൊ വലിയ ആവേശമൊന്നും ഇല്ലടേ. എല്ലാ എണ്ണം തകർന്നെന്നാ തോന്നുന്നത്. അപ്പൊ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനെ നമ്മൾ മലയാളികൾ ആവേശം കൊണ്ട് ഇപ്പൊ താഴെ ഇറക്കാന്നും പറഞ്ഞ് ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതേ കണക്ക് താഴെ വീഴും. അപ്പൊ കിട്ടിയ വാക്കിന് എല്ലാരും ഇരുന്ന് കരഞ്ഞോ, കിട്ടിയതും കൊണ്ട് വീട്ടിൽ ഇരുന്നോ, അതായിരിക്കും നല്ലത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു നീറ്റിന്റെ ഈ ഒരു വിഷയം നടന്നതിന്റെ ഇടയ്ക്ക്, ഈ ഒരു പ്രൊട്ടസ്റ്റ് നടന്നതിന്റെ ഇടയ്ക്ക് കുറെ ആൾക്കാർ നരേന്ദ്രമോദിയെ തന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കൊച്ചു പിള്ളേര്, നിങ്ങളെയൊക്കെ ഭാവി പോയെന്ന് തന്നെ പറയാം. ഫ്യൂച്ചർ പോയി. നിങ്ങൾ ഒരു കാരണവശാലും ഒരു എക്സാമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എക്സാമോ പോലും എഴുതാൻ പറ്റത്തില്ല. എബ്രോഡ് പോകാൻ പോലും പറ്റത്തില്ല. നിങ്ങളൊക്കെ വീഡിയോ സഹിതം ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതെല്ലാം പോലീസ്, അതിന്റെ അതോറിറ്റി ആൾക്കാരെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അവരാരും വെറുതെ വിടത്തില്ല. നീയൊക്കെ ഉദ്ദേശിച്ച ജോലിയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. നീയൊക്കെ തന്നെ നിന്റെ ഭാവി ഉറച്ചത്. तो गाइस आप देख सकते हो ये मोदी की तेरहवीं का खाना है। अगर किसी को एंजॉय करना हो तो यहाँ पर आ सकते हैं, समोसा खा सकते हैं। प्लीज एंजॉय दिस मोदी की तेरहवीं का खाना जो है, ईट इट। अब लाइक मैं ना ट्रॉमा में जा रही हूँ
मैं 3 दिन से ये सब टॉलरेट कर रही हूँ, ये सब झेल रही हूँ। लोग फिर भी मेरे को गालियां दे रहे हैं डीएम में आके, तू ज्यादा दिन लगता नहीं कि तू जिएगी, ये सब बोल रहे हैं मुझे। गौरव हिंदू कंटिन्यू मुझे जान से मारने की धमकियां, और जो वर्ड मैं बोलना नहीं चाहती ना अपने लिए, वो लाइक उस चीज की वो धमकियां दे रहा है। नहीं, मैं डर नहीं रही हूँ, आपको लग रहा हो मैं डर रही हूँ, बट मैं ट्रॉमा में जा रही हूँ। क्या लोगों को सच बताना और सच दिखाना और अम्बेडकर के थॉट्स पर चलना इतना भारी पड़ सकता है। इस पर पुलिस भी कोई एक्शन नहीं ले रही, मैं क्या करूं? किस किस के खिलाफ एफआईआर करवाऊं? आई हैव नो वर्ड्स, मेरे पास वर्ड्स नहीं है। ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ക്യാമറയ്ക്ക് മുമ്പിൽ കിടന്ന് ഇമ്മാതിരി ആവേശം കാണിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. കാണുമ്പോൾ തന്നെ ഒരു കൊച്ചാണ്, നല്ല ഭാവിയൊക്കെ ഉള്ളതായിരിക്കും, നല്ല രീതിയിൽ പഠിക്കുന്നതായിരിക്കും. എടാ, ഈ പറയുന്ന കണക്ക് നീറ്റിന്റെ ആ ഒരു ചോദ്യ പേപ്പർ ചോർന്ന് ഓക്കെ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാം. പക്ഷെ ഇമ്മാതിരി ഇതിനെ തെമ്മാടിത്തരം എന്നൊക്കെ തന്നെ പറയുന്നത്. തോന്നിയ ദിവസം തെമ്മാടിത്തരമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളൊക്കെ ഭാവി പോയി ഒരു കാരണവശാലും രക്ഷപ്പെടത്തില്ല. ഈ ഈ ഒരു പെണ്ണ് മറ്റേ ആ CJP-യിൽ അവന്റെ പേരെന്ത്, അവന്റെ പേരെന്ത്, കണാകുണ, ആ കൂറയുടെ അവിടെ നിൽക്കുന്നുണ്ട്. നല്ല ആവേശം നല്ലതാ, പക്ഷെ തിരിച്ച് കിട്ടുമ്പോഴത്തേനെ ഇങ്ങനെ ഇരുന്ന് മോങ്ങാൻ വരരുത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കലാപം, ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരെ എല്ലാം ഞാൻ പറയുന്നില്ലേ, ഒരു കാരണവശാലും ഒരു പ്രശ്നം നടക്കുമ്പോഴത്തേന് ക്യാമറയുടെ മുട്ടിൽ ഇവരെ തന്നെ ജെൻസി എന്ന് പറയുന്ന ഒരു അലവരാതികൾ എന്ന് പറയാം. ജെൻസി എന്ന് പറയുന്ന ഒരു വിവരമില്ലാത്തൊരു പിള്ളേരെന്ന് തന്നെ പറയാം. ഇവരാണോ സ്റ്റുഡൻസ്? ഇത്രയും അക്രമം ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലിട്ട് ഫെയിം ആവാൻ വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ കണ്ടോ, നമ്മൾ ഇന്ത്യ കത്തിക്കുന്നുണ്ടോ, നമ്മളാണ് ഇന്ത്യ കത്തിക്കുന്ന യുവജനങ്ങൾ കണ്ടു, എല്ലാത്തിനും പൊക്കുന്നുണ്ട്, സ്കെച്ച് ഇട്ട് പൊക്കുന്നുണ്ട് അവരെല്ലാരും. നീയൊക്കെ നിന്റെ മൊത്തത്തിൽ പറഞ്ഞാൽ നിന്റെയൊക്കെ ഭാവി പോയടേ. അറിയാവുന്നവര് ഇന്ത്യയിൽ പറഞ്ഞുകൂടും ഞാൻ ഈ പറയുന്ന കാര്യം. അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെയൊക്കെ ഫ്യൂച്ചർ പോയെന്ന്. ഫ്യൂച്ചർ ഗയ. അപ്പൊ ഫ്യൂച്ചർ ഗയ, ഫ്യൂച്ചർ പോയി. നിന്റെ കൂടെ ഒരു ഒറ്റ പാട്ടുകാർ പോലും നിൽക്കത്തില്ല, ഒറ്റ മനുഷ്യർ നിൽക്കത്തില്ല. ഞാൻ ഇപ്പോഴും പറയാം, നിന്റെ കൂടെ CJP എന്ന് പറയുന്നത്, CJP വരെ ഇപ്പൊ കൈ ഒഴിഞ്ഞിട്ടുണ്ട്. CJP പറയുന്നത് വെച്ചാൽ ഞങ്ങള് സ്റ്റുഡൻസിന് വേണ്ടി സ്റ്റുഡൻസിന്റെ കൂടെ നിന്ന് അതിന്റെ ഇടയ്ക്ക് വന്ന് അടി ഉണ്ടാക്കിയ ആൾ ഇത്തരം കാര്യങ്ങൾ നശിപ്പിച്ചാൽ അവർക്ക് യാതൊരു വിഷയമില്ല, അവർക്ക് അറിയത്തില്ലെന്നാണ്, അവർ കൈ ഒഴിഞ്ഞ്. ഇപ്പൊ ഇത്രയും നാൾ അത്രയും ദിവസം അവിടെ കിടന്ന് അടി ഉണ്ടാക്കി നശിപ്പിച്ച് പൊതുമുതൽ നശിപ്പിച്ച് പോലീസുകാരെ കയ്യേറ്റം ചെയ്ത് ആൾക്കാരെ സ്കെച്ച് ചെയ്ത് എടുത്ത് ഓരോരുത്തന്മാരെ പൊക്കുന്നുണ്ട്. ആരാ പറഞ്ഞേ? എടാ, വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചെങ്കിൽ പോട്ടെ, അടുത്ത ആളവിടെ കേറിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും പരിപാടി ചെയ്തു വെച്ചാൽ നിന്നെയൊക്കെ വെറുതെ വിടുവോ അവര്? എന്നാലോചിച്ചൊക്കെ, വെറുതെ വിടത്തില്ല. സമാധാനപരമായിട്ടുള്ള സമരമാണെങ്കിൽ ചെയ്യാം. ഇത് കണക്കുള്ള വിവരക്കേട് നോർത്തിലുള്ള ആൾക്കാർ 100% ലിറ്ററസി സാറെന്ന് പറയുന്ന ആൾക്കാർ വിവരക്കേട് ചെയ്യുന്ന ആൾക്കാരോട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റരുത്. ഞാൻ പ്രത്യേകിച്ച് മലയാളി എടുത്ത് പറയുകയാണ്. അത് ഇനി സിനിമാ നടന്മാരായാലും ഇൻഫ്ലുവൻസേഴ്സ് ആയാലും സെലിബ്രിറ്റീസ് ആരായാലും ശരി, പാമ്പായിട്ടും പഴുതാരയായിട്ടും പല രീതിയിലുള്ള വള്ളിയായിട്ടും വീട്ടിനകത്ത് വന്ന് കയറും. നമ്മളെ ഭരിക്കുന്നത് കോൺഗ്രസ് ആയാലും ശരി, ആരായാലും ശരി, പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു കേസെടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ അതിന് പരിപാടി ഇനി ഡൽഹി പോലീസ് അവിടുന്ന് ഇവിടം വരെ വരും പൊക്കാനായിട്ട്, അന്നേരം നാണം കെട്ട് തീർന്നില്ലേ. ഈ കണ്ട ന്യൂസുകാരെല്ലാം വളയും, ഉറപ്പാ. അപ്പൊ സൂക്ഷിക്കുക, നിങ്ങളെ ഭാവി നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോ കിടന്നാൽ എല്ലാവർക്കും ഗുഡ് ബൈ.